അമേരിക്കയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റായ F-35 എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇറാൻ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി. അതുപോലെ തന്നെ അമേരിക്ക ഇസ്രയേലിനെ വാൺ ചെയ്തു, നീ ചെയ്തത് തെറ്റ് ശിവഗാമി എന്ന് പറഞ്ഞ രീതിയിൽ. അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇറാൻ ഇന്നലെ നടത്തിയ യുദ്ധത്തിൽ ഒട്ടുമിക്ക അറബ് കൺട്രികളിലെ ഓയിൽ ഫീൽഡ് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ രോക്ഷാകുലമായി, അതായത് ഉഗ്രമൂർത്തി എന്ന രീതിയിലാണ് ഇറാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ടേ? ഐ ആം ജോസ് പ്രകാശ്, വെൽക്കം ടു മൈ വീഡിയോ. ആദ്യമായിട്ട് F-35 കടക്കാം. അതായത് അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് F-35 ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് 10 എടുത്തു കഴിഞ്ഞാൽ നമ്പർ 2 ആണ് ഈ പറഞ്ഞ പോലെ F-35. ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാന്, UK എന്ന് പറഞ്ഞ വലിയ രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. എന്തിന്? ഇന്ത്യയോട് വരെ അമേരിക്ക ചോദിച്ചു, നിങ്ങൾക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റ് 5th ജനറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാമെന്ന്. അത് പറയാൻ കാരണമുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നത് 4.5 ജനറേഷനാണ്. അതായത് നമ്മുടെ റഫേൽ പോലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് വരുന്നത് 5th ജനറേഷൻ 4.5 എന്ന് പറയുന്ന ജനറേഷനാണ്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ഈ പറഞ്ഞ പോലെ F-35 എന്ന് പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേര് നിങ്ങൾക്ക് ഭയങ്കര സുപരിചിതമാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പറഞ്ഞ F-35 എയർക്രാഫ്റ്റാണ് കട്ടപ്പുറത്ത് കയറിയത്. നമ്മൾ അതിനെ വെച്ച് കുറേ ട്രോൾ ചെയ്യുകയും കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ എയർക്രാഫ്റ്റാണ് ഈ പറഞ്ഞതുപോലെ F-35 എന്ന് പറയുന്നത്. കേൾക്കുന്ന പോലെ ചില്ലറക്കാരനല്ല, പക്ഷേ അത്രത്തോളം ഇതിന് വാല്യൂ ഉണ്ട്. അതായത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് $120 മില്യൺ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പറഞ്ഞ എയർക്രാഫ്റ്റിന്. അതാണ് ഇന്ന് നടന്ന യുദ്ധത്തിൽ ഇറാൻ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയത്. അപ്പം ഇത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടുണ്ടാകും. ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഷിപ്പോ ഇല്ലെങ്കിൽ വലിയ മിസൈൽസോ കാര്യങ്ങളോ താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമേരിക്കയുടെ F-35 എയർക്രാഫ്റ്റ് താഴെ വീണു. അതാണെന്നു നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ. ഇസ്രയേലിനെ അമേരിക്ക വാൺ ചെയ്തു. അതെന്തിനാണെന്നല്ലേ? അതായത് ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ നോക്കേണ്ടത്, സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ഖത്തർ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഐലൻഡ് ഉണ്ട്. അത് ഇറാനും അതുപോലെ തന്നെ ഖത്തറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവർ രണ്ടുപേരും ഇതിനകത്ത് പങ്കാളികളാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐലൻഡിൻ്റെ 1/3 ഇറാൻ്റെയും അതിൻ്റെ 2/3 ഈ പറഞ്ഞ പോലെ ഖത്തറിൻ്റെയാണ്. അപ്പം ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ തന്നെ 22% LNG വരുന്നതും ഈ പറയുന്ന ഐലൻഡിൽ നിന്ന് മാത്രമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഖത്തറിൻ്റെ നോർത്ത് ഫീൽഡും നോർത്ത് ഡെമോ ഗ്യാസ് ഫീൽഡും ഈ പറഞ്ഞ പോലെ സൗത്ത് ഗ്യാസ് ഫീൽഡും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ ഈ പറഞ്ഞ സൗത്ത് ഫീൽഡിൽ അറ്റാക്ക് ചെയ്തു. അപ്പം ഈ ഇറാൻ ഈ ഒരു ഗ്യാസ് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സൗത്ത് ഫീൽഡായിരുന്നു. അതാണ് ഇസ്രായേൽ ഇന്നലെ നശിപ്പിച്ച് കളഞ്ഞത്. ഇപ്പോൾ ഇറാൻ്റെ ഒരു പോളിസി ഉണ്ട്, ഞാൻ നശിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും കൂടെ നശിക്കണം. അതുകൊണ്ട് തന്നെ ഇറാൻ നടത്തിയ യുദ്ധത്തിൽ ഖത്തറിൻ്റെ ഈ പറഞ്ഞ LNG ഫീൽഡ് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ഇത് എത്രത്തോളം, അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ഇന്ത്യയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ദിവസം കൊണ്ട് 12 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യക്ക് നഷ്ടമുണ്ടായത്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വീണു ഇന്നലെ. അപ്പം കാര്യം മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ കൂടിയാണ് തീർന്നു പോകുന്നത് ഈ ഒരു യുദ്ധം കൊണ്ട്. അത് മാത്രമല്ല, ഇറാൻ ഇന്നലെ ചെയ്തത് നമ്മുടെ UAE-യുടെ ഫുജീറ എന്ന് പറഞ്ഞ ഓയിൽ ഫീൽഡ് നശിപ്പിച്ച് കളഞ്ഞു. അത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓയിൽ ഫീൽഡാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കുവൈറ്റിനെ ഇന്നലെ അറ്റാക്ക് ചെയ്തു. ആ കൂട്ടത്തിൽ സൗദി അറേബ്യയുടെ ഓയിൽ ഫീൽഡ് ഇന്നലെ അറ്റാക്ക് ചെയ്തു. അതായത് ഒട്ടുമിക്ക ഓയിൽ ഫീൽഡുകളും ഈ പറഞ്ഞ പോലെ ഇറാൻ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അത്രത്തോളം അഗ്രസീവായിട്ടാണ് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടം കൊണ്ടും തീർന്നില്ല, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നലെ റീൽസിലൊക്കെ കാണും. ഈ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ബോംബുകളാണ്, അതായത് ഒരു ബഞ്ച് ഓഫ് മിസൈൽസ് ആണ് ഈ പറഞ്ഞ പോലെ ഇസ്രായേലിനെ ഇന്നലെ അടിച്ചത്.
അതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഹൈഫ എന്ന് പറഞ്ഞ ഒരു പോർട്ടുണ്ട്. അതായത് അവരുടെ ഒരു ഓയിൽ റിഫൈനറി പോർട്ട് കൂടിയാണത്. ആ ഒരു പോർട്ട് അറ്റാക്ക് ചെയ്ത് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പേൾ ഹാർബർ അറ്റാക്കിനെ കൊണ്ടാണ് ഇതിനെ ഉപമിപ്പിച്ചിരിക്കുന്നത്. സോ അത്രത്തോളം ടെൻഷനേറിയ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നിലനിൽക്കുന്നത്. അതായത് ലോകരാജ്യങ്ങളിൽ ഭയങ്കര ഭീതിയുണ്ട്. ഇപ്പം പറയാനും ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ കൊണ്ടുവരാനും കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും, ഗ്യാസിൻ്റെ പ്രൈസും കൂടും. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഈ പറഞ്ഞ പോലെ ഇന്നലെ നീ വീഡിയോയിൽ ഇട്ടില്ലേ, ഈ പറഞ്ഞ പോലെ റഷ്യയുടെ കയ്യിൽ നിന്ന് 7 ഷിപ്പ് ഓയിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒരു 20% ഓയിൽ മേടിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഗൾഫ് കൺട്രീസിൽ നിന്നാണ്. അപ്പം ഈ 20% ഓയിൽ കിട്ടാത്തതുകൊണ്ട് 20% ഓയിലിൻ്റെ വിലയാണ് കൂടുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. കാരണം അത് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ പ്രൈസ് എല്ലാത്തിനും കൂടും, ഗ്യാസ് കിട്ടാതെ വരും. ഇത് സത്യമായ കാര്യമാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ മിനിസ്റ്റർ പറയുന്നുണ്ട് ഗ്യാസിന് കുഴപ്പമൊന്നുമില്ലത്. അത് നമ്മൾ ഭീതി ജനിക്കാതിരിക്കാൻ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും ഗ്യാസിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത് അറിയത്തില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുക. മാക്സിമം ഈ പറയുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഷെയർ ചെയ്യുക. സോ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ദിസ് ഈസ് ജോസ് പ്രകാശ്. See you in next video.